ഈ തീനാളങ്ങൾ എന്ന് പറയുന്ന പടത്തില് ജയൻ, ആ ഷീലാമ്മ, സീമ, ഞാൻ, ആ ജോസേട്ടൻ, ആ ഒപ്പ, ആ ഇതിലില്ലേ ആ സിനിമയില്? ആ സീമ. പക്ഷെ അപ്പോഴും നിങ്ങളൊക്കെ എന്തായാലും ഹീറോ തന്നെയാ അല്ലേ? അല്ലാതെ അപ്പുറത്തെ സംഘത്തിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ആരെ? ഈ വില്ലന്മാരുടെ സംഘത്തിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഒറ്റ പടം ചെയ്തു. ഒറ്റ പടം വില്ലനായിട്ട് ചെയ്തു. ഓ, അതേതാണ്? IV ശശിയുടെ അങ്ങാടി. ആ, ഹീറോ ആയിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്യുമ്പോ ജയൻ എനിക്ക് വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലാണ് നിന്റെ നാക്ക് ഐ വിൽ പുൾ ഔട്ട് യുവർ ടങ് ബ്ലഡി എന്നോട് പറയുന്നത്. നിങ്ങൾ സീമയും കൂടെ കാറിൽ പോകുമ്പോ അപ്പൊ ശശി എന്ന് പറഞ്ഞു. അപ്പൊ അതുവരയ്ക്കും ശശിക്ക് സോമനായിരുന്നു ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പെണ്ണോട് എടാ ഈ പടത്തിൽ നീ ഞങ്ങൾ പടം സെട്ടി സാറിന് വിളിക്കും, ശശിയെ ഡയറക്ടർ സാറിന്. വെളിയിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. ജയൻ ഇതിൽ ഹീറോ ചെയ്യട്ടടാ, നീ വില്ലനായിട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ചെയ്യാം. എനിക്ക് ശശിയോടുള്ള ധൈര്യം. കൂലീസ് പറയും, കൂലീസ് പറയും ഡയലോഗ് അല്ലേ? ബ്ലഡി കൂലീസ്. ബ്ലഡി കൂലീസ് എന്ന് പറയുമ്പോൾ I'll pull out your tongue. ബ്ലഡി കൂലീസ്. What your tongue? What did you say? You say that once more, I'll pull out your tongue. അതായത് രവികുമാർ സാർ അന്ന് എന്തോ ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് പറയും. ട്രോളി പുള്ളേഴ്സ്, ട്രോളി പുള്ളേഴ്സ്, but we are not beggars. അത് തന്നെ കറക്റ്റ്. You tell that word once more, I'll pull out your tongue. അതെ അതെ, അതാണ്. അപ്പൊ അതിന് വില്ലൻ നല്ല വേഷമല്ലേ? വില്ലനാണേലും അങ്ങനത്തെ ഒരു അല്ല അങ്ങനെയല്ല. ആ വില്ലൻ വേഷനും എനിക്ക് നല്ല പേര് കിട്ടി. അത് ആ ഡയറക്ടറിനെ കഴിയും, ആ ക്യാരക്ടറിനെ കൊണ്ടുപോയത്. അപ്പൊ എനിക്കൊന്നല്ല, ഞാൻ ജയനും ബേബിയാണ് വിളിക്കുക, ബേബി ചായനാ വിളിക്കുക. ഇവരൊക്കെ എന്നെക്കാട്ടിലും മുമ്പ് രാജനാണ് പരിചയം ജയനെ. എനിക്ക് ഓർമ്മയുണ്ട്, പറയാൻ പാടില്ല, രാജന്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാ വരിക അവിടെ ജയൻ സാറ്. ശരിയാണ്. അതിപ്പോ പറഞ്ഞത് കാരണം ഈ സിനിമയിൽ എത്തിക്കുന്ന ഒരു സമയം തൊട്ട് സിനിമയിലാവുന്ന ജയൻ വരാൻ കാരണം രാജനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും പിന്നെ പപ്പ ഇൻട്രൊഡ്യൂസ്. ഞാൻ അതാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഇങ്ങനെ കണ്ട് മുന്നിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ എടുത്തു പറയണം. നമ്മള് മലയാളികൾ ഇത്രയും ആളുകള് ജയൻ സാറിനെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജയൻ എന്ന് പറയുന്ന ഒരു അനശ്വര നടൻ സിനിമയിലേക്ക് എത്താൻ കാരണക്കാരനായ ഒരാളാണ് ഇവിടെ ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് അല്ലേ? അത് നേരിട്ട് കാണും നിങ്ങള്. ഈ ഇരിക്കുന്ന ആളാണ് അതിന്റെ പുറകിലുള്ളത്. എത്തുകയും കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്നിടുകയും ചെയ്തത് ബേച്ചാനാണെന്നുള്ളത് പറഞ്ഞു. രണ്ടുപേരും അപ്പൊ ഒന്ന് പറയണം, കൂടെ ഇവിടെ റഹ്മാനെ കൊണ്ടുവന്നതോ? ആരാ? രണ്ടുപേരല്ലേ? രണ്ടുപേരുമാണ്.